എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് പഠിച്ചു. ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ക്വസ്റ്റ്യൻസ്, അതായത് MOC അനുസരിച്ച് PPC വരയ്ക്കാൻ പറഞ്ഞിരുന്നു. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ PPC വരയ്ക്കുന്നതിന് ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, PPC വരയ്ക്കാൻ ടേബിൾ തന്നിരുന്നു. അത് നിങ്ങൾ വരച്ച് കാണുമെന്ന് കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് കൂടി ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. അപ്പോൾ MOC അനുസരിച്ച് PPCയിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ഓരോന്നും, അതായത് ഓരോ ടേബിൾ അനുസരിച്ച് 3 ടേബിൾ അവിടെ വരുന്നുണ്ട്. അതായത് MOC ഇൻക്രീസ് ചെയ്യുന്ന ടേബിൾ വരുന്നുണ്ട്, MOC ഡിക്രീസ് ചെയ്യുന്ന ടേബിൾ വരുന്നുണ്ട്, MOC കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കേസും നിങ്ങൾ വരച്ച് കാണുമെന്ന് കരുതുന്നു. വരച്ച് കൃത്യമായിട്ട് ഒരു 2-3 പ്രാവശ്യമെങ്കിലും അത് വരച്ച് പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാന ഭാഗത്തേക്ക് പോകാം. ഓർക്കുക, ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് എന്നതാണ്. അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു അപ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ പഠിച്ചത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമിയെ കുറിച്ച് പറഞ്ഞു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതുപോലെ ഹൗ ക്യാൻ വി സോൾവ് സെൻട്രൽ പ്രോബ്ലംസ്, എങ്ങനെയാണ് നമ്മൾ ഇത് സോൾവ് ചെയ്തത്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ എങ്ങനെയാണ് സോൾവ് ചെയ്തത്, സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ എങ്ങനെയാണ്, മിക്സഡ് ഇക്കോണമിയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കടന്നു വന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമിയുടെ പിന്നെ ഗ്രാഫിക് റെപ്രസെന്റേഷനിലേക്കാണ്. ഗ്രാഫിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് PPC ആണ്. PPCയിൽ നമ്മൾ എങ്ങനെയാണ് PPC വരച്ചതെന്ന് പറഞ്ഞു. PPCയുടെ ഡെഫിനേഷൻ പഠിച്ചു. അതിനുശേഷം PPCയിലുള്ള പോയിന്റ്സിന്റെ പ്രത്യേകത പറഞ്ഞു. MOC കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറഞ്ഞു. അതായത് MOC എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഷിഫ്റ്റ് ഇൻ PPCയിൽ അവസാനമായി പഠിച്ചത് ഷിഫ്റ്റ് ഇൻ PPC ആണ്. PPCയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് റൈറ്റ് വേർഡ് ഷിഫ്റ്റും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും എന്ന് പറഞ്ഞു. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം ഒന്ന് നമ്മൾ പറഞ്ഞ അവൈലബിലിറ്റി ഇൻ ഇൻക്രീസ് ഇൻ അവൈലബിൾ റിസോഴ്സസ്, ലഭ്യമായ വിഭവങ്ങളുടെ വർധനവ്. മറ്റൊന്ന് പിന്നെ ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി. അത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം ഡിക്രീസ് ഇൻ അവൈലബിൾ റിസോഴ്സസ്, ഇൻക്രീസ് ഇൻ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ അവൈലബിൾ റിസോഴ്സ്, അതാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം. അതുപോലെ ഡിറ്റീരിയറേഷൻ ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന ആവശ്യം. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയത്. നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. പോസിറ്റീവ് ഇക്കണോമിക്സും നോർമേറ്റീവ് ഇക്കണോമിക്സ്, അതായത് വാസ്തവിക സാമ്പത്തിക ശാസ്ത്രവും പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം. ഓർക്കുക, പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം. നോർമേറ്റീവ് ഇക്കണോമിക്സ് മീൻസ് പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം. പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം ഇതാണ്. അപ്പോൾ ഇത് എപ്രകാരമാണ് നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്കണോമിക്സിന് 2 ബ്രാഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞു, 2 ശാഖകൾ, മൈക്രോ ഇക്കണോമിക്സും മാക്രോ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ പുതിയൊരു ടേം പഠിക്കുകയാണ്, പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. അതായത് ഇക്കണോമിക് അനാലിസിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു, സാമ്പത്തിക വിശകലനത്തെ നമുക്ക് 2 രീതിയിൽ തിരിക്കാം. ഒന്ന് പോസിറ്റീവ് ഇക്കണോമിക്സ്, മറ്റൊന്ന് നോർമേറ്റീവ് ഇക്കണോമിക്സ്. വാസ്തവിക സാമ്പത്തിക ശാസ്ത്രവും പ്രാമാണിക, അതായത് സാമ്പത്തിക വിശകലനത്തെയാണ് നമ്മൾ ഇപ്രകാരം തരംതിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഈസ്. ഇവിടെ പ്രധാനമായും വരുന്നത് പോസിറ്റീവ് ഇക്കണോമിക്സ് പരിഗണിക്കുന്നത്, സാമ്പത്തിക വിശകലനം നടത്തുമ്പോൾ അവർ പരിഗണിക്കുന്നത് വാട്ട് ഈസ്, എന്താണ് എന്ന ക്വസ്റ്റ്യൻ ആണ് അവർ പരിഗണിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഈസ്, എന്താണ് എന്ന്. അതായത് ഒരു സാമ്പത്തിക കാര്യം എടുത്തിട്ട് അതിനെ വിശകലനം ചെയ്യുമ്പോൾ അവർ പരിഗണിക്കുന്നത് എന്താണ്. അതിനർത്ഥം ഒരു സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് മാത്രമാണ് പോസിറ്റീവ് ഇക്കണോമിക്സിൽ പറയുന്നത്. അതായത് നമുക്ക് പറയാം, അൺഎംപ്ലോയ്മെന്റ് ഈസ് വെരി ഹൈ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്, അതൊരു അവസ്ഥയാണ്. അപ്പോൾ അതുപോലെ എന്താണ്, ഇന്ത്യ ഈസ് എ ഹൈലി പോപ്പുലേറ്റഡ് കൺട്രി. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഉയർന്ന ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്, അത് മറ്റൊരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഈസ് വെരി ഹൈ ഇൻ ഇന്ത്യ. അതായത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ഇത് അവിടുത്തെ അവസ്ഥ മാത്രമാണ്, ആ സിറ്റുവേഷൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒരു നമുക്ക് കിട്ടുന്ന ഡേറ്റയൊക്കെ വിശകലനം ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിൽ എത്തണം. അപ്പോൾ അവിടെ എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, അൺഎംപ്ലോയ്മെന്റ് ഈസ് വെരി ഹൈ ഇൻ ഇന്ത്യ. അതായത് അവിടുത്തെ അവസ്ഥ മാത്രം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഈസ് എ വെരി ഹൈ പോപ്പുലേറ്റഡ് കൺട്രി. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഉയർന്ന ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രമാണ്.
അതിപ്പോൾ അവിടുത്തെ അവസ്ഥ മാത്രം വാട്ട് ഈസ് എന്ന് മാത്രം പറയും. അവിടെ ഒരു ജഡ്ജ്മെന്റ് നടത്തുന്നില്ല. അതായത് അതിന്റെ ഇഫക്റ്റ്, കോസ് ഇഫക്റ്റ്, കാര്യവും അതുപോലെ കാര്യകാരണം അവിടെ പ്രതിപാദിക്കുന്നില്ല. അതെങ്ങനെ ഉണ്ടായി, അതുപോലെ അതിന്റെ ഇഫക്റ്റ്, ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്നൊന്നും അവിടെ പ്രതിപാദിക്കുന്നില്ല. ഇപ്പോൾ വാട്ട് ഈസ് അതാണ് പറഞ്ഞതാണ് പോസിറ്റീവ് ഇക്കണോമിക്സിന്റെ പ്രത്യേകത. അവിടെ അതിന്റെ കോസ് ഇഫക്റ്റ് ഒന്നും, കാര്യവും അതുപോലെ അതിന്റെ ഇഫക്റ്റ് പിന്നെ ഫലവും ഒന്നും അവിടെ പറയുന്നു. അത് ഇക്കോണമിക്ക് ഡിസൈറബിൾ ആണോ, അനുയോജ്യമാണോ അല്ലയോ എന്നൊന്നും നമ്മൾ അവിടെ നോക്കുന്നില്ല. ജസ്റ്റ് ആ സിറ്റുവേഷൻ മാത്രം പറയുകയാണെങ്കിൽ, ഒരു സാമ്പത്തിക അവസ്ഥ എടുത്തിട്ട് ആ സിറ്റുവേഷൻ എന്താണെന്ന് മാത്രം, അതാണ് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ്, അത് മാത്രം പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഇക്കണോമിക്സ് ആണ്. അപ്പൊ പോസിറ്റീവ് പ്രധാനമായിട്ട് ഓർക്കുന്ന ഈ പോയിന്റ് ആണ്, പോസിറ്റീവ് ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഈസ്. അവിടെ ഇക്കോണമിക്ക് അതിന്റെ വാല്യൂ ജഡ്ജ്മെന്റ് ഒന്നും നടത്തുന്നില്ല. അതിന്റെ എന്താണ് പിന്നെ ഇക്കോണമിക്ക് അത് ഡിസൈറബിൾ ആണോ, ഇക്കോണമിക്ക് അത് അനുയോജ്യമാണോ അല്ലയോ എന്നൊന്നും അവിടെ പരിശോധിക്കും. ജസ്റ്റ് അവസ്ഥ മാത്രം പറയുന്നു. ഫോർ എക്സാമ്പിൾ, അൺഎംപ്ലോയ്മെന്റ് ഈസ് വെരി ഹൈ ഇൻ ഇന്ത്യ, ഇൻഫ്ലേഷൻ ഈസ് വെരി ഹൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പണപ്പെരുപ്പം വളരെ കൂടുതലാണ്, തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. വാട്ട് ഈസ് എന്താണെന്ന് ചോദിച്ചാൽ അവസ്ഥ മാത്രം. എന്നാൽ നേരെ മറിച്ച് നോർമേറ്റീവ് ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ അവിടെ പ്രതിപാദിക്കുന്നത്, നോർമേറ്റീവ് ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഓട്ട് ടു ബി, എന്തായിരിക്കണം. വാട്ട് ഈസ് അല്ല, നോർമേറ്റീവ് ഇക്കണോമിക്സിൽ അവർ ഒരു ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യുന്നുണ്ട്, വാട്ട് ഓട്ട് ടു ബി, അതായത് എന്തായിരിക്കണം എന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അവിടെ പ്രത്യേകം ഓർക്കുക, നമുക്കറിയാം അൺഎംപ്ലോയ്മെന്റ് ലീഡ്സ് ടു പോവർട്ടി, തൊഴിലില്ലായ്മ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ഇക്കണോമിക്സിൽ പറഞ്ഞത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കൂടുതലാണ്, ആ സിറ്റുവേഷൻ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയുന്നത്, നോർമേറ്റീവ് ഇക്കണോമിക്സിൽ പറയുന്ന അൺഎംപ്ലോയ്മെന്റ് ലീഡ്സ് ടു പോവർട്ടി, തൊഴിലില്ലായ്മ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഇഫക്റ്റ് കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുപോലെ ഹൈ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ലീഡ്സ് ടു അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഇഫക്റ്റ് കൂടി പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് പ്രോബ്ലം എടുത്തിട്ട് അതിന്റെ ഈ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതായത് അതിന്റെ നേട്ടവും കോട്ടവും കൂടി പ്രതിപാദിക്കുകയാണെങ്കിൽ, മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്, അതായത് നേട്ടവും കോട്ടവും കൂടി പ്രതിപാദിക്കുകയാണെങ്കിൽ അതാണ് നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഓട്ട് ടു ബി, എന്തായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അല്ലാതെ ജസ്റ്റ് അവസ്ഥ പ്രതിപാദിച്ചങ്ങ് പോവുകയല്ല ചെയ്യുന്നത്, എന്തായിരിക്കണം എന്ന് അവിടെ പ്രതിപാദിക്കും. ഇതാണ് എന്ന് പറയുന്നത് നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ആ നോർമേറ്റീവ് ഇക്കണോമിക്സിൽ പ്രത്യേകം പരിഗണിക്കുന്ന ഇക്കണോമിക് സിറ്റുവേഷൻ, ഇക്കോണമിക്ക് ഡിസൈറബിൾ ആണോ, ഈസ് ഇറ്റ് ഡിസൈറബിൾ ഓർ നോട്ട്, അത് ഇക്കോണമിക്ക് അനുകൂലമാണോ അനുയോജ്യമാണോ അല്ലയോ എന്ന് അവിടെ പരിശോധിക്കുന്നു. പക്ഷേ ഈ ഒരു പരിശോധന ഇവിടെ ഉണ്ടാവുകയില്ല, പോസിറ്റീവ് ഇക്കണോമിക്സിൽ ഉണ്ടാവുകയില്ല. അത് ഇവിടെ മാത്രമേ ഉണ്ടാവൂ, നോർമേറ്റീവ് ഇക്കണോമിക്സിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ പോസിറ്റീവ് ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ്, ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ് deals with the question what ought to be. Positive economics consider only the situation, അവിടെ ഒരിക്കലും ആ സിറ്റുവേഷൻ ഇക്കോണമിക്ക് ഡിസൈറബിൾ ആണോ അല്ലോ എന്ന് നോക്കുന്നില്ല, അവിടെ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഒന്നും നടത്തുന്നില്ല. എന്നാൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. അവിടെ വാട്ട് ought to be എന്ന് പറയുന്നു, ആ സിറ്റുവേഷന്റെ കോസ് ഇഫക്റ്റ് അതുപോലെ അതിന്റെ ഫലവും അതിന്റെ കാരണവും ഒക്കെ അവിടെ പരിശോധിക്കപ്പെടുന്നുണ്ട്. അതിന്റെ മെറിറ്റും ഡിമെറിറ്റും നേട്ടവും കോട്ടവും അവിടെ പരിശോധിക്കും. ഇപ്പൊ പോപ്പുലേഷൻ ഗ്രോത്തിന് നേട്ടവുമുണ്ട്, അതുപോലെ തന്നെ കോട്ടവുമുണ്ട്. ഇത് രണ്ടും കൂടി പറയുകയാണ്. ഇത് രണ്ട് ഈ ഇഫക്റ്റ് പറയുന്നത് എപ്പോഴും നോർമേറ്റീവ് ഇക്കണോമിക്സിലാണ്. ഇതാണ് പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അവിടെ 3 മാർക്കിന് ചോദിക്കാം ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം വാട്ട് ഈസ് എന്ന് പറയുന്നത് ഏത് ഇക്കണോമിക് അനാലിസിസിലാണ് കൺസിഡർ ചെയ്യുന്നത്. വാട്ട് ഈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇക്കണോമിക്സിലാണ്. അതുപോലെ വാട്ട് ought to be എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നോർമേറ്റീവ് ഇക്കണോമിക്സ്. ഇങ്ങനെയൊക്കെ 1 മാർക്കിനോ അല്ലെങ്കിൽ ഇത് തമ്മിൽ വ്യത്യാസം അറിയാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുമാണ് പ്രധാനമായും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പരിശോധിക്കുന്നത്. സെൻട്രൽ പ്രോബ്ലംസ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതുപോലെ തന്നെ ഇക്കണോമിക് അനാലിസിസിലെ പോസിറ്റീവ് ഇക്കണോമിക്സും നോർമേറ്റീവ് ഇക്കണോമിക്സുമാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇപ്പോൾ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. ഇതിനാമുഖമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഫാദർ ഓഫ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷൽ ആണെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് ആണ്, 1890 പബ്ലിഷ് ചെയ്തത്. മൈക്രോ ഇക്കണോമിക്സ് ഈസ് ആൾസോ കാൾഡ് പ്രൈസ് തിയറി ഓർ ഡിമാൻഡ് തിയറി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു.
ഇനി നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതായത് മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് പറയാം. അതായത് സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ എക്കണോമിക്സ് നമ്മൾ പകുതിയും കഴിഞ്ഞിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും, അതുപോലെ മാക്രോ എക്കണോമിക്സിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന അവിടുത്തെയും സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ മൈക്രോയിൽ സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത് തുടങ്ങി വയ്ക്കാൻ നമുക്കൊന്ന് വളരെ വിശാലമായിട്ടുള്ളൊരു ചാപ്റ്റർ. ഇവിടെയും നമുക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചതുപോലെ ഗ്രാഫ് ഉണ്ടാകും, അതുപോലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കാൽക്കുലേറ്റർ കയ്യിൽ കരുതുക. അതുപോലെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സ് കൂടി, കാര്യം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ച പോലെ ഗ്രാഫുകൾ, ചെറിയ ചെറിയ ഗ്രാഫുകൾ അതിനകത്ത് വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഇതാണ്, ചാപ്റ്റർ നമ്പർ 2, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഇതാണ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം എന്ന് പറയും. തിയറി ഓഫ് കൺസ്യൂമേഴ്സ് ബിഹേവിയർ എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം. ഇവിടെ നമ്മൾ നോക്കുന്നത് ഉപഭോക്താക്കളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണ്. അപ്പൊ നമ്മൾ അറിയണം ഹൂ ഈസ് എ കൺസ്യൂമർ, ആരാണ് ഒരു ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൺസ്യൂമർ ബൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സാറ്റിസ്ഫൈങ് ഹിസ് വാണ്ട്സ്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഹൂ ബൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹിസ് വാണ്ട്സ്. അതായത് ഒരാൾ തന്റെ ആഗ്രഹങ്ങൾക്ക് തൃപ്തി കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി സാധന സേവനങ്ങൾ വാങ്ങും. ആ വ്യക്തിയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ നമ്മൾ എല്ലാവരും കൺസ്യൂമേഴ്സ് തന്നെയാണ്. ഇപ്പോൾ പഠനോപകരണങ്ങൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങാറുണ്ട്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കടയിൽ ഒരുപാട്, ഇപ്പോൾ പേന തന്നെ ഒരുപാട് കമ്പനിയുടെ പേനകൾ, പല ടൈപ്പ് പേനയുണ്ടാകും. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും വാങ്ങും നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് മനസ്സിനിണങ്ങിയതായിരിക്കും നമ്മൾ വാങ്ങുക. അതിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും വാങ്ങുക. അല്ലാതെ എല്ലാവരും ഒരേ ടൈപ്പ് പേനയല്ല വാങ്ങുന്നത്. അതുപോലെ നോട്ട്ബുക്ക് വാങ്ങുന്നത്, അതിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് അവിടെ സ്വാധീനിക്കുന്നത്? നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ്, നമ്മുടെ തൃപ്തിക്ക് അനുസരിച്ചാണ് നമ്മൾ സാധനങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും ഒരു കൺസ്യൂമറുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, ഒരു ഉപഭോക്താവിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസിങ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ ആണ്. മാക്സിമൈസിങ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ ഓർക്കുക, ഏതൊരു കൺസ്യൂമറുടെയും മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ ഏതൊരു കൺസ്യൂമറുടെയും പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതായത് സംതൃപ്തി, അല്ലെങ്കിൽ അയാളുടെ സംതൃപ്തി പരമാവധി വൽക്കരിക്കുകയായിരിക്കും. ഇപ്പോൾ 1 രൂപ കൊടുത്ത് നമ്മളൊരു മിഠായി വാങ്ങിയാൽ പോലും അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുക ആ മിഠായിയിൽ നിന്ന് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. അല്ലാതെ നമ്മൾ ഒരു സാധനവും നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ പണം കൊടുത്ത് വാങ്ങാൻ നമ്മൾ തയ്യാറാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കൺസ്യൂമർ ആരാണ് എന്ന് പറഞ്ഞു. അതുപോലെ കൺസ്യൂമറുടെ ലക്ഷ്യം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. ആളുകളുടെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പണം കൊടുത്ത സാധനങ്ങൾ വാങ്ങുന്ന നമ്മുടെ സംതൃപ്തി പരമാവധിയാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിരിക്കും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക. ഇതാണ് ഒരു കൺസ്യൂമറുടെ പ്രധാന ലക്ഷ്യം. ആ കൺസ്യൂമറുടെ ബിഹേവിയറിനെ കുറിച്ച്, പെരുമാറ്റത്തെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പെരുമാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരോടുള്ള പെരുമാറ്റമല്ല, വീട്ടിലുള്ള നമ്മുടെ പെരുമാറ്റമല്ല, അങ്ങനെ വിചാരിക്കരുത്. മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും, അതായത് കമ്പോളത്തിൽ, ഇക്കോണമിയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. കൺസ്യൂമർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നത്. അപ്പോൾ ആ ബിഹേവിയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ തിയറിറ്റിക്കലായിട്ട് നമ്മൾ പഠിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മിപ്പിച്ചു, യഥാർത്ഥത്തിൽ ഇക്കണോമിക്സ് എന്താണ് എന്ന് നമ്മൾ +2 യഥാർത്ഥത്തിൽ പഠിക്കുന്നത്. +1 ജസ്റ്റ് ഇക്കണോമിക്സ്, ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ചൊക്കെ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷേ തിയററ്റിക്കലായിട്ട്, സൈദ്ധാന്തികമായിട്ടൊക്കെ ഇക്കണോമിക്സ് എന്താണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് +2 വരുമ്പോഴാണ്.
അതുപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ പഠിക്കുന്ന തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്, യൂട്ടിലിറ്റി. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാകും യൂട്ടിലിറ്റി, ഉപയുക്തത എന്ന് പറയും, യൂട്ടിലിറ്റി. അപ്പോൾ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി മീൻസ് ഉപയുക്തത. എന്താണ് ഉപയുക്തത? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൺസ്യൂമറുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതായത് അയാളുടെ സംതൃപ്തി പരമാവധിയാക്കുകയാണ് അയാളുടെ ലക്ഷ്യം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് യൂട്ടിലിറ്റിയാണ്, ഉപയുക്തത. ഈ ഉപയുക്തത എന്ന് പറയുന്നത് the one satisfying capacity of a commodity is called the utility. ഒന്നുകൂടി പറയാം, one satisfying capacity of a commodity is called the utility. അതായത് നമ്മുടെ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ഉൽപ്പന്നത്തിന്റെ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പേന വാങ്ങും, ആ പേനയ്ക്ക് ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എഴുതുക എന്ന നമ്മുടെ ആവശ്യത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ ആ പേനയ്ക്ക് കഴിവുണ്ട്. ആ പേനയുടെ ആ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും ഉണ്ടാകും. ഇപ്പൊ മൊബൈൽ ഫോൺ, അതിന് യൂട്ടിലിറ്റി ഉണ്ട്, നമ്മുടെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവുണ്ട്. അതുപോലെ മറ്റു വീട്ടുപകരണങ്ങൾ, ടി വി ആണെങ്കിലും ഫാൻ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും അതിന് നമ്മുടെ ഓരോരോ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവുണ്ട്. അങ്ങനെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ല എങ്കിൽ ആ പ്രോഡക്റ്റ് ഉപയോഗശൂന്യമാണ്, അല്ലെങ്കിൽ നമ്മളത് വാങ്ങില്ല, പണം കൊടുത്ത് ഒരിക്കലും അത് വാങ്ങുകയില്ല. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഓർക്കുക, വൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് കാൾഡ് യൂട്ടിലിറ്റി. അതായത് ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ഉൽപ്പന്നത്തിന്റെ, ഒരു സാധനത്തിന്റെ കഴിവിനെ യൂട്ടിലിറ്റി എന്ന് അറിയപ്പെടുന്നു, ഉപയുക്തത എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ യൂട്ടിലിറ്റിയെ കുറിച്ച്, ഈ ഉപയുക്തത നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കമ്മോഡിറ്റിയുടെ കഴിവിനെയാണ്, ഒരു ഗുഡിന്റെ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഹൗ ക്യാൻ വി മെഷർ യൂട്ടിലിറ്റി? ഇത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ ഈ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ, അളക്കാൻ പറ്റും? ഒരു സാധനത്തിൽ നമുക്ക് എത്ര സംതൃപ്തി ലഭിച്ചു എന്ന് നമുക്ക് അളക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ അടുത്ത പരിശോധിക്കുന്നത്. അതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ യൂട്ടിലിറ്റി അളക്കാൻ കഴിയുമോ? അപ്പൊ അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമാണ് നിലവിലുള്ളത്. യൂട്ടിലിറ്റി അളക്കുന്നതിനെ കുറിച്ച്, മെഷർ ചെയ്യുന്നതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇക്കോണമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന്, സാമ്പത്തിക ശാസ്ത്രകാരന്മാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായമാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള, ഉപയുക്തതയെ കുറിച്ച് ഉള്ളത്. നമുക്കത് നോക്കാം. അപ്പോൾ ഈ യൂട്ടിലിറ്റി മെഷർമെന്റ് അവർ പറയുന്നത് രണ്ട് അപ്രോച്ചസിലൂടെ, രണ്ട് സമീപനങ്ങളിലൂടെ നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കും. രണ്ട് സമീപനങ്ങളിലൂടെ നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. രണ്ട് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പോൾ യൂട്ടിലിറ്റി മെഷർമെന്റിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. യൂട്ടിലിറ്റി നമുക്ക് രണ്ട് രീതിയിൽ മെഷർ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു, രണ്ട് രീതിയിൽ അളക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, മറ്റൊന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി? അതായത് കാർഡിനൽ ഉപയുക്തത എന്ന് പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഓർഡിനൽ ഉപയുക്തത. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പോൾ the concept cardinal utility approach was given by Alfred Marshall. Alfred Marshall, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നൽകിയത് ആൽഫ്രഡ് മാർഷൽ എന്ന ഇക്കോണമിസ്റ്റ്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഹിം യൂട്ടിലിറ്റി ക്യാൻ ബി മെഷർഡ്. അദ്ദേഹം പറയുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്, ഉപയുക്തത നമുക്ക് അളക്കാൻ പറ്റും. അതായത് ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംതൃപ്തി അളക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എങ്ങനെ അളക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇൻ നമ്പേഴ്സ്, നമ്പറുകളായിട്ട് അളക്കാൻ പറ്റും. അതായത് അക്കങ്ങളിൽ നമുക്ക് കൃത്യമായി യൂട്ടിലിറ്റി അളക്കാൻ പറ്റും. അതായത് ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ നമുക്ക് എത്ര സംതൃപ്തി കിട്ടി എന്ന് നമുക്ക് നമ്പേഴ്സിൽ
1 2 3 4 അങ്ങനെ പറയാൻ പറ്റും എന്നാണ് ആൽഫ്രഡ് മാർഷൽ തന്റെ കോൺസെപ്റ്റായ കാർഡിനൽ യൂട്ടിലിറ്റിയിലൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടാകും. ജസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഒരു ഇമാജിനേഷൻ ആണ് അദ്ദേഹം പറയുന്നത് യൂട്ടിലിറ്റി അളക്കാൻ പറ്റും എന്നാണ്. ഒരു ആപ്പിൾ കഴിച്ചു, അതിൽ നിന്ന് എത്ര യൂട്ടിലിറ്റി കിട്ടി? ഒരു ഓറഞ്ച് കഴിച്ചു, നിങ്ങൾക്ക് എത്ര സംതൃപ്തി കിട്ടി? ഇപ്പൊ വേണമെങ്കിൽ അവർ മാർഷൽ പറയുന്നത് 10 യൂട്ടിലിറ്റി കിട്ടി എന്ന് പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കൊരിക്കലും അതിനോട് യോജിക്കാൻ പറ്റാത്തതാണ്, പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് അദ്ദേഹം പറയുന്നതാണ്. അപ്പോ കാർഡിനൽ യൂട്ടിലിറ്റി, the concept cardinal utility was given by Alfred Marshall. According to him, utility can be measured in numbers. Utility നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ സാധിക്കും. 1 2 3 അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അളക്കാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് 1 2 3 ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ യൂട്ടിലിറ്റി മെഷർമെന്റിനനുസരിച്ച് യൂട്ടിലിറ്റിക്ക് അദ്ദേഹം ഒരു യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. ആ യൂണിറ്റ് ആണ് യൂട്ടിൽസ്. നമുക്കിപ്പോ ദൂരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ, കിലോമീറ്റർ എന്ന് പറയുന്നത്, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്, അതുപോലെ മിനിറ്റ്, അവർ എന്നൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹം യൂട്ടിലിറ്റിക്ക് സാറ്റിസ്ഫാക്ഷൻ ആൽഫ്രഡ് മാർഷൽ ഒരു യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. അതാണ് യൂട്ടിൽസ് എന്ന് പറയുന്നത്. യൂട്ടിൽസ് അതാണത്. യൂട്ടിൽസ് ഓർക്കുക, ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂട്ടിൽസ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് ആണ് യൂട്ടിൽസ്. അത് നൽകിയത് ആൽഫ്രഡ് മാർഷൽ. അടുത്ത നമുക്ക് നോക്കാം ഓർഡിനൽ യൂട്ടിലിറ്റി. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഈസ് ആൾസോ കാൾഡ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ വരും ഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് പറയാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഈസ് ആൾസോ കാൾഡ് ഓർഡിനൽ യൂട്ടിലിറ്റി curve. Ordinal utility is also called indifference curve analysis. Indifference curve analysis. Ordinal utility approach was given by Higgs and Allen. J.R. Higgs and R.G.D. Allen. That's full name. Right? J.R. Higgs and R.G.D. Allen. ഇവർ രണ്ട് ഇക്കോണമിസ്റ്റുകളാണ്, ഹിഗ്സും അലനും. ഇവർ ചേർന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് കൊണ്ടുവന്നത് ഹിഗ്സും അലനും. അപ്പോൾ ഓർക്കുക, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് വാസ് ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ. അക്കോർഡിംഗ് ടു ഹിം, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ് ലൈക്ക് 1 2 3 4 എക്സെട്ര. ഇവിടെ പറയുന്ന ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഈസ് ആൾസോ കാൾഡ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ദിസ് കോൺസെപ്റ്റ് വാസ് ഗിവൺ ബൈ ഹിഗ്സ് ആൻഡ് അലൻ. According to them, ഇവരുടെ അഭിപ്രായത്തിൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ റാങ്ക്സ്. യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമെന്ന് ഇവരും പറയുന്നു, ബട്ട് നോട്ട് ഇൻ നമ്പേഴ്സ് ബട്ട് ഇൻ റാങ്ക്സ്. എങ്ങനെയാണ്? നമ്പേഴ്സിലല്ല, റാങ്കുകളായിട്ടാണ്. റാങ്കുകൾ നൽകിക്കൊണ്ട്, അതായത് on the basis of preferences. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ മുൻഗണന നൽകിക്കൊണ്ട്. ഇപ്പൊ നമ്മൾ കുറെ പ്രോഡക്ട്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫ്രൂട്ട്സ് എടുക്കാം, ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി എന്നൊക്കെ. ഇപ്പൊ 3 പ്രോഡക്റ്റ് നമ്മൾ കഴിക്കുന്നു, ഒരേ സമയത്ത് കഴിക്കുന്നു വിചാരിക്കും. അപ്പൊ നമ്മളോട് ചോദിക്കുന്നു, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടിയത് ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അവിടെ പറയാൻ പറ്റും. ചിലർക്ക് ഇഷ്ടം ആപ്പിളിനോടായിരിക്കും. അവർ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആപ്പിൾ എന്ന് പറയും. അപ്പൊ അതിനർത്ഥം ഫസ്റ്റ് റാങ്ക് നമ്മൾ കൊടുക്കുന്നത് ആപ്പിളിന്. അവിടെ കൃത്യമായിട്ട് നമുക്കൊരു യൂണിറ്റ് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ പറയുന്നു, നമ്മൾ ഫസ്റ്റ് റാങ്ക് ആപ്പിളിന് കൊടുക്കും. സെക്കൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓറഞ്ച് ആണ്, അപ്പോൾ 2ാം റാങ്ക് ഓറഞ്ച്. തേർഡിന് മുന്തിരിക്ക് തേർഡ് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്. അവിടെ നമ്മൾ മുൻഗണനയാണ് എടുക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് ആപ്പിളിന്, സെക്കൻഡ് പ്രിഫറൻസ് ഓറഞ്ചിന്, തേർഡ് പ്രിഫറൻസ് ഗ്രേപ്സിന് കൊടുത്തു. ഇനി മറ്റൊരാളോട് വേറൊരു വ്യക്തിയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അയാൾക്ക് ആപ്പിളിനേക്കാൾ ഇഷ്ടം പിന്നെ ഓറഞ്ചാണ്. അയാൾ പറയുന്നു, ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഓറഞ്ചിനാണ്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഏതിന് കൊടുക്കും? ഓറഞ്ചിന് കൊടുക്കും. സെക്കൻഡ് അയാൾക്ക് അടുത്ത് ഇഷ്ടപ്പെട്ടത് ഗ്രേപ്സ് ആണ്. അയാൾ സെക്കൻഡ് റാങ്ക് ഏതിന് കൊടുക്കും? ഗ്രേപ്സിന് കൊടുക്കും. തേർഡ് റാങ്ക് മാത്രമേ ആപ്പിൾ. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി ഫസ്റ്റ് റാങ്ക് കൊടുത്തത് ആപ്പിളിനാണ്, രണ്ടാമത്തെ വ്യക്തി ഫസ്റ്റ് റാങ്ക് കൊടുത്തത് ഓറഞ്ചിനാണ്. ആ വ്യത്യാസം നോക്കുക. ഓരോരുത്തരുടെയും സാറ്റിസ്ഫാക്ഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രിഫറൻസിനനുസരിച്ച്, ഓരോ വ്യക്തിയുടെയും മുൻഗണനയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ റാങ്ക് ചെയ്തത്. ഇങ്ങനെ റാങ്കിങ്ങിലൂടെ റാങ്ക് നൽകിക്കൊണ്ട്
പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലൂടെ പറയുന്നത്. അവിടെ പ്രിഫറൻസ് നോക്കിയിട്ട്, അതായത് മുൻഗണന നോക്കിയിട്ട്, പ്രിഫറൻസ് നോക്കിയിട്ട് ആ പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ ഏത് റാങ്ക്സ് കൊടുക്കുന്നു, ഓരോ പ്രോഡക്റ്റിനും റാങ്ക് കൊടുക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടിയ ഏതിലാണ്, അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നു. അങ്ങനെ റാങ്ക് നൽകിക്കൊണ്ട് യൂട്ടിലിറ്റി, അവിടെ നമ്മൾ കമ്പാരിസൺ ആണ് നടത്തുന്നത്, അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു അളവ് അവിടെ ഇല്ല. അപ്പുറത്ത് പറഞ്ഞതുപോലെ കാർഡിനൽ യൂട്ടിലിറ്റി പറഞ്ഞതുപോലെ കൃത്യമായ നമ്പേഴ്സ് ഒന്നും അവിടെ ഇല്ല, ക്വാണ്ടിറ്റി ഒന്നും അവിടെ ഇല്ല. നമ്മളവിടെ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് അങ്ങനെ കൊടുക്കുന്നു. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞ ഒന്നുകൂടി നമുക്ക് നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഇതാണ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം. അതായത് ഒരു ഉപഭോക്താവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നമ്മൾ പറഞ്ഞു ഹൂ ഈസ് എ കൺസ്യൂമർ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? Consumer is a person who buys goods and services for the satisfaction of his wants. അല്ലെ, ഒരാൾ തന്റെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അയാളെ നമുക്ക് കൺസ്യൂമർ എന്ന് വിളിക്കും. പിന്നെ പറഞ്ഞു ദ മെയിൻ അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ കൺസ്യൂമർ, ഒരു കൺസ്യൂമറുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും അൾട്ടിമേറ്റ് എയിം ഓഫ് എ കൺസ്യൂമർ എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് ഒരാളുടെ തൃപ്തി പരമാവധിയാക്കുക എന്നതാണ് ഒരു കൺസ്യൂമറുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. യൂട്ടിലിറ്റി എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, ഉപയുക്തത എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്രകാരമാണ് നമ്മൾ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് യൂട്ടിലിറ്റി? അപ്പോൾ യൂട്ടിലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി, അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കമ്മോഡിറ്റിയുടെ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് കാർഡിനൽ യൂട്ടിലിറ്റിയും അതുപോലെ ഓർഡിനൽ യൂട്ടിലിറ്റിയും. കാർഡിനൽ യൂട്ടിലിറ്റി കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യൂട്ടിലിറ്റി നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റും. ഓർഡിനൽ അതുകൂടാതെ ഒരു കാര്യം പറഞ്ഞു, അവിടെ യൂട്ടിലിറ്റിയുടെ മെഷർമെന്റ് ആയിട്ട് അദ്ദേഹം യൂണിറ്റ് ആയിട്ട് എടുത്തത് യൂട്ടിൽസ് ആണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഓർഡിനൽ യൂട്ടിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കൊണ്ടുവന്നത് ഹിഗ്സും ആലനും ചേർന്നാണ്. അവിടെ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന റാങ്ക്സ് അല്ലെങ്കിൽ പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് യൂട്ടിലിറ്റിയെ കുറിച്ച് പറയാണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് തൽക്കാലം ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ അവസാനത്തിൽ പോസിറ്റീവ് ഇക്കണോമിക്സ്, നോർമേറ്റീവ് ഇക്കണോമിക്സ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വളരെ പ്രാധാന്യത്തോട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കണം. ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ, ഏറ്റവും കൂടുതൽ, അതായത് മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നായിരിക്കും. 3 ഭാഗങ്ങളായിട്ടാണ് അത് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.